സംസ്ഥാന സർക്കാരിനെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവമ്പാടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാഞ്ജുഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് തിരുവമ്പാടി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ സർവ്വമേഖലയിലും ജനദ്രോഹ നടപടികൾ കൈക്കൊള്ളുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും ഏറ്റവും പിന്നോക്ക സ്ഥിതിയിൽ നിൽക്കുന്ന SC/ST വിഭാഗക്കാരുടെ പദ്ധതികൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച് ആ വിഭാഗക്കാരെയും ദ്രോഹിക്കുകയാണെന്നും മറുഭാഗത്ത് കർഷകരെയും കാർഷിക മേഖലയെയും ഒരു വിധത്തിലും രക്ഷിക്കാനുള്ള നടപടി ഒന്നും സ്വീകരിക്കാതെ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കുന്ന നീതി പോലും മനുഷ്യർക്ക് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ തങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന മൃഗങ്ങളെ എന്തു വില കൊടുത്ത് നേരിടുന്ന മുറ തങ്ങൾ സ്വീകരിക്കുമെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാഞ്ജുഷ് മാത്യു പറഞ്ഞു. കേരളത്തിലെ ദളിത് സമൂഹത്തെ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന ആ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്തുകയാണ് ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് ദളിത് സമൂഹം എന്നല്ല, കേരളത്തിലെ മുഴുവൻ സമൂഹത്തോടും ഈ ഗവൺമെന്റിന്റെ നയം ഇതാണ്. ആശാ വർക്കർമാരെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. കേരളത്തിന്റെ കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ച മനുഷ്യൻ പുറത്തിറങ്ങാതിരുന്ന കാലത്ത് ഈ കേരള സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക്, രോഗികളായിരിക്കുന്നവർക്ക്, അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് മരുന്നെത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ആശാ വർക്കർമാർക്ക് അവർക്ക് ന്യായമായ വേതനത്തിന് വേണ്ടിയുള്ള സമരത്തെ പോലും ഇന്ന് ഈ ഗവൺമെന്റ്. ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു എണ്ണാർമണ്ണിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. TJ കുര്യാച്ചൻ, മില്ലി മോഹൻ, ടോമി കൊന്നക്കൽ, TN സുരേഷ്, PR അജിത, മേഴ്സി പുളിക്കാട്ടിൽ, പൗളിൻ മാത്യു, മഞ്ജു ഷിബിൻ, TJ ജോർജ്, AK മുഹമ്മദ് തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.